പ്രജിതേ, ഈ പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ വളരെയധികം അസൂയ ഉളവാക്കുന്ന ഒരു യുദ്ധക്കപ്പൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പുറത്തിറക്കിയതായിട്ട് നിർമ്മിച്ചിറക്കിയതായിട്ട് പറയുന്നു. അത് റഷ്യയുമായി ചേർന്നുള്ള ഒരു സംരംഭമാണെന്നൂടെ പറയുന്നുണ്ട്. അത് ഇവർക്ക് ചൊറിച്ചിൽ ഉളവാക്കുന്നുണ്ട്, ചൈനയ്ക്കും പാക്കിനും. അതായത് ഇന്ത്യ ഇപ്പോ പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ മാത്രമല്ല, പല നമ്മുടെ മിസൈൽസ് ആയാലും എന്താ പറയാ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിരോധ രംഗത്തിന് ഉതകുന്ന രീതിയിലുള്ള എന്തെല്ലാം മെഷീനറീസ് നമ്മൾ ഉണ്ടാക്കുന്നോ അതെല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ വലിയ അസൂയ ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും ഇതുപോലെ നമ്മൾ കരുതിയൊക്കെ വെച്ചിരുന്നതാണ് ഈ ഓരോ കാര്യങ്ങൾ. അപ്പൊ ആകാശം എന്തിട്ട് ആകാശം ഇറക്കുന്നത് ഇന്ത്യയല്ലേ എന്ന് കരുതി. ബ്രഹ്മോസ് എന്ന് പറഞ്ഞ ബ്രഹ്മോസ് എന്ന് പറഞ്ഞപ്പോ എന്തിട്ട് ബ്രഹ്മോസ് അത് ഇന്ത്യയുടെ അല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചപ്പോഴാണ് വൈറ്റ് ഹൗസ് അടക്കം നടങ്ങിയിട്ട് അയ്യോ ഇതെന്താണ് ഞാൻ ഇതിനെപ്പറ്റി വിവരം അറിയാതിരുന്നത് അറിയാതിരുന്നത് എന്തുകൊണ്ടെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടി. അതെ, അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ചേട്ടൻ പറഞ്ഞ പോലെ പുതിയൊരു യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് റഷ്യയുമായി സഹകരിച്ചിട്ടാണ്. അപ്പോൾ അത് കനത്ത പ്രഹരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയണം. കനത്തതൊന്നും അല്ല, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ അതെ. അപ്പൊ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് യുദ്ധക്കപ്പൽ നിർമ്മിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഈ ആത്മനിർഭർ ഭാരത് പിന്നെ തദ്ദേശീയമായ കപ്പൽ നിർമ്മാണത്തിലേക്കൊക്കെ എന്താ പറയാ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ തന്നെ ഇന്ത്യ തന്നെ. അപ്പോൾ നമ്മളെല്ലാം സ്വന്തമായിട്ട് നിർമ്മിക്കാനും അത് നമുക്ക് തന്നെ മുതൽ കൂടെ നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട്, അപ്പോൾ അത്തരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ INS തമൽ എന്ന് പറയുന്നത് വിദേശ നിർമ്മിതമായിട്ടുള്ള അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതെ, തമൽ. അപ്പോൾ ഈ യുദ്ധക്കപ്പൽ, പുതിയ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഇന്ത്യക്ക്. കാരണം നമ്മൾ നേരത്തെ നിർമ്മിച്ചിട്ടുള്ള തൽവാർ ടെഡ് ക്ലാസ് ആധുനിക പതിപ്പുകളുണ്ട് ഈ യുദ്ധക്കപ്പലിന്റെ. അപ്പൊ അതിന്റെ പിൻഗാമിയായിട്ടുള്ള രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് ഈ INS തമൽ എന്ന് പറയുന്നത്. അപ്പോൾ INS തുഷിൽ എന്ന് പറയുന്ന യുദ്ധക്കപ്പലുണ്ട്. അത് 2024 ഡിസംബർ 9-നാണ് ഇതാക്കുന്നത്. അതുപോലെ തന്നെയാണ് തൽവാർ ക്ലാസ് യുദ്ധക്കപ്പലുകളും വരുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ തുഷിലും തൽവാർ ക്ലാസ് ഇതൊക്കെ വന്നിട്ടുള്ളത് റഷ്യയിലെ യാന്തർ കപ്പൽശാലയിൽ തന്നെയാണ്. അപ്പൊ ഇത് 3 രീതിയിലും, അതായത് നമ്മൾ പറയുമ്പോൾ വായു, കടൽ, ഭൂമി, ഇതിലെല്ലാം വെച്ചിട്ട് തന്നെ അതിലെല്ലാം വെച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുൾ എന്താ പറയാ ഫുൾ സജ്ജമായിട്ടുള്ള ഒരു പ്രതിരോധ കപ്പലാണ് ഇത്. അത് വരുമ്പോൾ ഇതില് ബ്രഹ്മോസ് സൂപ്പർ സോണിക് മിസൈൽസ്, ക്രൂയിസ് ലംബമായി വിക്ഷേപിക്കുന്ന ഉപരിതല വിമാന മിസൈലുകള്, ഹെവി വെയ്റ്റ് ടോർപിഡോകള്, അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകള്, ഇതെല്ലാം ഉണ്ട് ഈ പറയുന്ന നമ്മുടെ INS തമലില്. അപ്പോൾ ഇതിലിപ്പോ റഷ്യയിലാണ് ഇതിന്റെ 70% നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ബ്രഹ്മോസ് എയറോസ്പേസ്, ബെല്ല്, കെൽട്രോൺ, നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ്, അതായത് അത് ടാറ്റയുടെയാണ്, എൽകോം മറൈൻ, ജോൺസൺ കൺട്രോൾസ് ഇന്ത്യ തുടങ്ങി ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളുടേത് ഉൾപ്പെടെ ഒരു 26% നമ്മുടെ കൂടെ ഭാഗവാക്കായിട്ടുണ്ട് അതിലേക്ക്. ഇതിന്റെ ഒരു സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. അതായത് കരയിലും കടലിലും ഉയർന്ന കൃത്യതയോട് കൂടി ആക്രമണം നടത്തുന്നതിനുള്ള ബ്രഹ്മോസ് ദീർഘദൂര മിസൈൽസ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, കൂടാതെ പാളികളായിട്ടുള്ള വ്യോമ പ്രതിരോധത്തിനായിട്ട് ലംബമായി വിക്ഷേപിച്ചിട്ടുള്ള ഉപരിതല വായു മിസൈൽസ് ഉണ്ടാവും. കൂടാതെ ഭാരമേറിയ ടോർപിഡോകൾ, അടിയന്തര ആക്രമണത്തിനായി അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ, പിന്നെയുള്ളത് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉണ്ട്,
പിന്നെ ക്ലോസ് റേഞ്ച് ഭീഷണികൾ, അത് ഏറ്റവും അടുത്തുള്ള ഇതിനായിട്ട് നവീകരിച്ചിട്ടുള്ള 100 mm നാവിക തോക്കും 30 mm ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റവും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളെയൊക്കെ വിന്യസിക്കാനുള്ള കഴിവ് ഈ ഒരു INS തമലിനുണ്ട്. പിന്നെ ആക്രമണ നിരീക്ഷണ ശ്രേണിയൊക്കെ അതിന് കൂടുതലാണ്. ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ കഴിയും. അപ്പൊ ഇത് 4 ക്ലാസ്സുകളിലായിട്ടാണ്: തൽവാർ, ടെഗ്, തുഷിൽ, ട്രിബൂട്ട്. ആ 4 ക്ലാസ്സുകളിലായിട്ട് 10 യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യക്ക് ഉള്ളത്. അപ്പോൾ വേഗത്തിലുള്ള ദൗത്യ ടേൺ അറൗണ്ട്സ്, ലളിതമായിട്ടുള്ള ലോജിസ്റ്റിക്സ് അതിലുണ്ട്, തടസ്സമില്ലാത്ത നവീകരണം എന്നിവയൊക്കെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഉപരിതല യുദ്ധക്കപ്പലാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. റഷ്യയുമായി ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളത്. അതെ. അപ്പോൾ 30 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും കൂടുതൽ ഉയർന്ന ഫയർ പവർ ടു ടൺ അനുപാതവും ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കമ്മീഷൻ ചെയ്തു, ഇതിന് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സ്ട്രൈക്ക് ഒരു രാജ്യത്തിനെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. കൂടുതൽ ഇനി പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കി അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത ഈ പറയുന്ന INS തമലിനില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു നേരിട്ട് യുദ്ധത്തിലേക്ക് പോകാനായിട്ട്, അതെ, നീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു യുദ്ധക്കപ്പൽ വരുന്നത് അത് നമ്മൾ റഷ്യയുമായി ചേർന്നാണ്. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ ഒരു വളർച്ചയിൽ നമ്മൾ പറയില്ലേ, ഒരു കണ്ണുകടി, ഒരു ചൊറിച്ചില്, ചൈന വഴി പാകിസ്ഥാൻ. അതെ, ചൈന വഴി പാകിസ്ഥാൻ മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് ശത്രുക്കളുണ്ട്. നമ്മൾ വിചാരിക്കുക. കാരണം വളർച്ച എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയും. അതും മോദി, നമ്മളത് പ്രത്യേകിച്ച് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കൊരു പ്രത്യേക പക്ഷമുള്ളത് കൊണ്ടല്ല. നമ്മളൊരു ഭരണകൂടത്തിന് കീഴിൽ വരികയും നമ്മുടെ പ്രതിരോധ രംഗം കുതിക്കുകയും ചെയ്യുമ്പോൾ അത് അതിനു കീഴിൽ തന്നെ ആയിരുന്നു എന്ന് പറയണം. അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്നത് വെച്ച് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കുള്ളൊരു കുതിപ്പ് എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്നുള്ള, അതായത് ഇങ്ങനെ കുത്തനെയുള്ള ഒരു കുതിപ്പാണ്. ആ കുതിപ്പ് മറ്റ് സൗഹൃദ രാജ്യങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സൗഹൃദ രാജ്യങ്ങൾക്കിടയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായി മാറുന്ന നിലയിലേക്ക് കൂടി മാറി. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് അറിയാനായിട്ട് എല്ലാവരും എല്ലാ വിഷയങ്ങളിലും കാത്തിരിക്കുന്നത്. ആ ഒരു രീതിയിൽ വളരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ശത്രുക്കളും കൂടുകയാണ്. ചിരിച്ചുകൊണ്ട് നമ്മളോട് തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള കെറിവിക്കൽ, ഒരു അസൂയ, ചേട്ടൻ പറയാറുള്ളത് പോലെ അസൂഷയൊക്കെ നമ്മളോട് ഉണ്ടാകും. നമ്മളത് തിരിച്ചറിയുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവമാണ് ഇന്ത്യയുടെ പല മറുപടികളും നമ്മൾ നോക്കുമ്പോൾ. അതെ, അത് നമ്മുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കേൾക്കേണ്ടതാണ്. കാരണം വളരെ എന്താ പറയുക, ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വിദേശ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അദ്ദേഹം അതിനേക്കാൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വളരെ കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള മറുപടികളൊക്കെ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നത്. നമ്മളെ എവിടെയാണോ ഒന്ന് വീഴ്ത്താൻ പറ്റുക, ഇന്ത്യയെ എവിടെയൊന്ന് എഴുതി കാണിക്കാൻ പറ്റും. അതെ, അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പലർക്കും വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമ തൊഴിലാളികൾ മാത്രമല്ല കേട്ടോ, അത് പറയുമ്പോൾ കൂലി എഴുത്തുകാരല്ല, ഫണ്ട് വാങ്ങി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. അപ്പോ അത്തരത്തിലുള്ളതിന് അതെ, വിദേശ ഫണ്ട് വാങ്ങി. അപ്പോ നമ്മൾ പലതരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്, തന്ത്രപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് INS തമൽ എന്നതിന്റെ തമലിന്റെ കമ്മീഷനിങ്. അത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല.